കലികാല വാർത്തകൾ. നമസ്കാരം. കലികാല വാർത്തകളുമായി നന്ദുക്കാവാലം. ബജറ്റ് അവതരിപ്പിച്ചെന്നും അവതരിപ്പിച്ചില്ലെന്നും 2-3-4 അഭിപ്രായം നിലനിൽക്കുന്നു. ഗവർണർ ഇത്തവണ ഒരു റബ്ബർ സ്റ്റാമ്പ് അല്ലാത്തതിനാൽ അദ്ദേഹവും ശക്തമായ പരാമർശം നടത്തി. അത് കേൾക്കേണ്ടതില്ലെന്ന് ആഭ്യന്തരമന്ത്രി. പ്രശ്നം തന്നെയാണെന്ന് പിണറായി വിജയൻ. ഇതിനിടയിലൂടെ ശ്രോതാക്കളെ, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എത്ര അപകടകരമായ ഒരു ബജറ്റാണ് നമുക്കിട്ട് പ്രതികാരം ചെയ്യാൻ എന്ന വണ്ണം KM മാണി അവതരിപ്പിച്ചതെന്ന്? ബഹുമാനമുണ്ടായിരുന്നു. ഇതോടെ സാറെന്ന വിളിയങ്ങ് നിർത്തുകയാണ്. കേന്ദ്ര ബജറ്റിനെ കളിയാക്കിയ നമ്മൾ മാർച്ച് 13 കേട്ടത് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ബജറ്റാണ്. ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ എന്നറിയില്ല. പെട്രോളിന് ലിറ്ററിന് 1 രൂപ, അതും അന്താരാഷ്ട്ര വിപണിയിലെങ്ങും കൂടാത്ത അവസരത്തിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാതെ കൂട്ടി. അരി മുതൽ സകലമാന സാധനങ്ങൾക്കും വില കൂടുമ്പോൾ റബ്ബറുകാരെ സൂചിപ്പിച്ചു. പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് എന്തു ഗുണം കിട്ടിയെന്നാണോ? കീടനാശിനിക്ക് വില കുറച്ചു. ചുമ്മാതെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാം. ഇനിയും ഇദ്ദേഹം ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ വരുന്ന അന്ന് നമുക്ക് ഒരുമിച്ചടിച്ചിരിക്കാം. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾ പലവിധ പ്രതികരണങ്ങൾ രോഷത്തോടെയും ദുഃഖത്തോടെയും കുറിക്കുകയുണ്ടായി. നമുക്ക് അത് വായിക്കുകയാവും കൂടുതൽ നല്ലത്. കാരണം അത് ഏകപക്ഷീയമാണെന്ന് ആരും പറയില്ലല്ലോ. KM മാണി പറയുന്നതായി ആദ്യ കമന്റ്: എനിക്കെതിരെ അഴിമതി ആരോപിച്ചപ്പോൾ കേട്ടുനിന്ന ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല. അടുത്ത ബജറ്റിന് ബാക്കി പണി തരാം. ഒരു കുറിപ്പുണ്ട്: ഏതെങ്കിലും സാധനത്തിന് വില കൂട്ടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്തത് അല്പം രോഷമാണ്. ഇതിൽ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലത്. ബജറ്റ് അവതരണ ദിനത്തിൽ പ്രതിപക്ഷ MLA-മാർ മാത്രമേ നിയമസഭയിൽ കയറി പൊങ്കാല നടത്തിയുള്ളൂ. നിരാശരായി സഹികെട്ട് ക്ഷമയുടെ നെല്ലിപ്പലക ചുമന്നു നടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ പുറത്തു നിൽപ്പുണ്ട്. അവർ കയറി വന്ന് ഒരു 1.5 പൊങ്കാല നടത്തും. സാധാരണക്കാരന്റെ ബജറ്റ് പോലും സാധാരണക്കാരന്റെ ബജറ്റ്. അടുത്തതായി നർമ്മരസത്തിൽ വേദന ചാലിച്ച് ഒരു കമന്റ്: താങ്കൾ അവതരിപ്പിച്ച ബജറ്റ് സമ്പൂർണവും അർത്ഥവത്തും ആയിരുന്നു. കാരണം മലയാളികളുടെ നിത്യോപയോഗ സാധനങ്ങൾ ആയ എലിവിഷം, ചന്ദനത്തിരി, മെഴുകുതിരി, പഞ്ഞി, കെട്ടിത്തൂങ്ങാനുള്ള കയർ, ജിപ്സം എന്നിവയ്ക്ക് വില കുറയ്ക്കുകയും മൂക്കിൽ വെക്കാനുള്ള പഞ്ഞിക്ക് താങ്ങുവില പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ഒരു വിലാപമാണ് അടുത്തത്. വോട്ട് തെണ്ടി വരുമ്പോൾ വോട്ട് നൽകുന്ന ജനങ്ങൾ, സംഭാവന എരന്നു വരുമ്പോൾ നെറ്റിയിലെ വിയർപ്പ് പകുത്തു കൊടുക്കുന്ന ജനം. എന്നിട്ടോ ഇവന്മാർ നിയമസഭയിൽ ചെന്ന് കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം നികുതി കൊടുക്കുന്നവന്റെ പണത്തിന് മീതെ. ശിക്ഷ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടതും അതേ ജനം തന്നെ. പാവപ്പെട്ടവന്റെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്ന ഭരണപക്ഷം, വീണുകിടക്കുന്ന ജനത്തിന്റെ നെഞ്ചത്ത് കയറി സംഹാര താണ്ഡവം നടത്തുന്ന പ്രതിപക്ഷം, ഒന്ന് ഉറക്കെ നിലവിളിക്കാൻ പോലും ആവാതെ അവശരായ ഒരു ജനതയാണ് നാം. ഇനി ഒരു കഥയാണ്. വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടുന്ന കള്ളന്റെ പുറകെ വന്ന ഹെൽമറ്റ് ധരിച്ച പയ്യൻ ഓടിയെടുക്കുന്ന ജനത്തിൽ നിന്നും അവനെ ബൈക്കിൽ കയറ്റി രക്ഷിച്ച് ദൂരെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയ കള്ളൻ ചോദിച്ചു: നിങ്ങൾ KM ഷാജിയാണോ അതോ ബഷീറാണോ? ബൈക്ക് യാത്രക്കാരൻ കാര്യം പിടികിട്ടാതെ നിന്നപ്പോൾ കള്ളൻ തുടരുകയാണ്: അല്ല, സ്വന്തം ജീവൻ പോലും പണയം വെച്ചേ എന്നെപ്പോലൊരു പെരുങ്കള്ളനെ രക്ഷിക്കാൻ നിൽക്കാൻ തൻ്റെ ഇടമേ. അവരല്ലാതെ മറ്റാരാ മലബാറുകാർക്കും ഏറനാട്ടുകാർക്കും ഇടയിലുള്ളത്? ഒരു കിലുക്കം സ്പെഷ്യൽ രേവതി ഡയലോഗ് കൂടി കേട്ട് നമുക്ക് പിരിയാം. ഞങ്ങൾ പറഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന്. അപ്പൊ അവൻ ചോദിച്ചു നിന്റെ അപ്പന്റെ വകയാണ് നിയമസഭയെന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിന്റെ അപ്പന്റെ വകയാണെന്ന്. അപ്പൊ ഒരുത്തിന് എന്നെ മുട്ടേക്ക് കുത്താൻ വന്നു. ഞാൻ ഒരു കടി വെച്ചു കൊടുത്തു. പിന്നെ അവിടെ കിടന്ന് സ്പീക്കറിന്റെ കസേര തല്ലി പൊളിച്ചു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബോധം കെട്ടുന്നു. അവനെ അപ്പൊ തന്നെ ആശുപത്രി കണ്ടേ. അപ്പൊ ഒരാൾ വന്ന് പേപ്പർ എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിച്ചെന്ന്. അപ്പൊ ഞങ്ങൾ ബസ്സും പോലീസും ഒക്കെ കത്തിച്ചു. ഇത്രേ ചെയ്തുള്ളൂ. ഇതിനാണോ ഇവന്മാര് അക്രമം കാണിച്ചെന്നൊക്കെ പറയുന്നത്? ഇന്നത്തെ കലികാല വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. കലികാല വാർത്തകൾ brought to you by Grand Mall. 30 റിയാലിന് പർച്ചേസ് ചെയ്യൂ, 7 ഭാഗ്യശാലികൾക്ക് ഡസ്റ്റർ കാർ സമ്മാനം. 20 റിയാലിന് യൂണിലിവർ ഉൽപ്പന്നങ്ങൾ വാങ്ങൂ, 1 ലക്ഷം റിയാലിന്റെ ഗിഫ്റ്റ് വൗച്ചറുകൾ നേടൂ. ഗ്രാൻഡ് മാൾ, വെസ്റ്റേൺ പാർക്ക്, ദോഹ, ഖത്തർ.